ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെറിയൊരു ട്രാവലിംഗ് വീഡിയോ ആണ് എടുക്കുന്നത്. അപ്പം ട്രാവലിംഗ് വീഡിയോ എന്ന് പറയുമ്പോൾ നമ്മൾ ഫ്രണ്ട്സിൻ്റെ കൂടെയാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ എനിക്ക് ചെറിയൊരു മടിയോടെ ഉൾക്കൊള്ളിച്ചിട്ടുള്ളൊരു വീഡിയോ ആണ് വരുന്നത്. ഞാൻ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഇപ്പം എനിക്ക് നൈറ്റാണ് വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടതെങ്കിൽ ഞാൻ രാവിലെ തന്നെ ബാഗ് പാക്ക് ചെയ്ത് വെക്കാറുണ്ട്. വളരെ നേരത്തെ തന്നെ ബാഗും പാക്കിങ്ങും കാര്യങ്ങളും എല്ലാം ചെയ്ത് വെക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു പ്രാവശ്യം എന്താണെന്നറിയില്ല, നല്ല രീതിയിൽ മടിയുണ്ടായിരുന്നു. എനിക്ക് മെയിനായിട്ട് എൻ്റെ വൈഫ്, ഞാനിപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് ഒരു വർഷമായി. പക്ഷേ ഒരു വർഷത്തിന് ശേഷം ഞാൻ അവളില്ലാതെ എവിടേക്കും അങ്ങനെ ട്രാവൽ ചെയ്തിട്ടില്ല. അവളുടെ കൂടെയാണ് എല്ലാം ട്രാവൽ ചെയ്തിട്ടുള്ളത്. പക്ഷേ ഈ ഒരു പ്രാവശ്യം അവളെൻ്റെ കൂടെ ഇല്ല. അപ്പം ആ ഒരു തോന്നലുകൊണ്ടാണെന്ന് തോന്നുന്നുണ്ട്. എനിക്ക് ഈ പ്രാവശ്യം വളരെ ഒരു മടിയായിരുന്നു യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ അതുപോലെ തന്നെ എൻ്റെ ചെറിയ മോനുണ്ട്. അപ്പം മോനെയും കാണണം. എനിക്ക് ഡെയിലി അവരെ കണ്ടില്ലെങ്കിൽ എനിക്കൊരു എന്താ പറയുക ബുദ്ധിമുട്ടാണ്. അപ്പം 3 ദിവസം കാണാൻ പറ്റില്ലല്ലോ എന്നുള്ളൊരു വിഷമം കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടിയിട്ടാണ് ഞാൻ ലാഗാക്കിയത്. പക്ഷേ എന്തായാലും ഫ്രണ്ട്സ് വിളിച്ചതല്ലേ, അവരുടെ കൂടെ പോകാമെന്നുള്ളത് വേറൊരു മൈൻഡുണ്ട്. കാരണം ഒരുപാടായിട്ട് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങാതെ വീട്ടിൽ തന്നെ ഇരിക്കുന്ന ഒരാളാണ്. വർക്ക് ഫ്രം ഹോമാണ് ചെയ്യുന്നത്. അപ്പം ആ രീതിയിൽ വീട്ടിൽ തന്നെ ഇരുന്നിട്ട് വർക്ക് ചെയ്യുക, പിന്നെ വേറെ ഫ്രണ്ട്സായിട്ട് കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ആ ഒരു രീതിയിലാണ് ഇപ്പം മൈൻഡ് മൊത്തം ബ്ലാങ്ക് ആയിരിക്കുന്ന ടൈമാണ്. അപ്പം അവർ വിളിച്ചപ്പോൾ എനിക്ക് ആ ഒരു എക്സൈറ്റഡ് ഉണ്ടായിരുന്നു അവരുടെ കൂടെ പോകുന്നത്. അപ്പം രണ്ട് രീതിയിലും ചിന്തിക്കുന്ന രണ്ട് മൈൻഡായിട്ടാണ്. അപ്പം ചെറിയൊരു വിഷമമുണ്ട്, എന്നാലാണെങ്കിൽ ചെറിയൊരു ഹാപ്പിനെസ് ഉണ്ട്. ആ രീതിയിലാണ് ഞാൻ ബാഗ് പാക്ക് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞല്ലോ, 1/2 മണിക്കൂർ മുമ്പൊക്കെ ആയിരുന്നു ബാഗ് പാക്കിങ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എനിക്ക് പിന്നെ അതുപോലെ തന്നെ എനിക്ക് ചിലപ്പോൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ലാപ്പ് കൊണ്ടുപോകേണ്ടി വരും. അപ്പം ലാപ്പും കൂടെ ഈ ഒരു ബാഗിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്യേണ്ടി വരുന്നു. അപ്പം അതെല്ലാം കൂടെ ഇൻക്ലൂഡ് ചെയ്ത് വരുന്ന സമയത്ത് എന്താ പറയുക, ലാപ്പിനൊന്നും പറ്റാത്ത രീതിയിൽ ബാഗ് പാക്കും ചെയ്യണം. അപ്പം അങ്ങനെല്ലാം കൂടെ ഒരുപാട് ടൈം എടുത്ത് ബാഗ് പാക്കിങ് കാര്യങ്ങളൊക്കെ ആയിട്ട്. പിന്നെ എനിക്ക് വേണ്ട സാധനങ്ങളൊക്കെ എടുത്തതിൽ വെക്കണം. പിന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഞാൻ പറഞ്ഞല്ലോ 3 ദിവസത്തേക്കാണ് പോകുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള സങ്കടവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അങ്ങനത്തെ ഒരു യാത്രയാണ്. അപ്പം ഇവിടുന്ന് നേരെ വീട്ടിൽ നിന്ന് ബാഗൊക്കെ പാക്ക് ചെയ്തു ഞാൻ ഇറങ്ങി. പിന്നെ അതുപോലെ തന്നെ 9 മണിക്കാണ് നമുക്ക് കോഴിക്കോട് എത്തേണ്ട ടൈം. 9 മണിക്ക് ഫ്രണ്ട്സൊക്കെ അവിടെ എത്തുമെന്നാണ് പറഞ്ഞത്. പക്ഷേ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് തന്നെ 9 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളെന്താ റൂം പാക്കിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി എല്ലാവരോടും പറഞ്ഞു. വീട്ടിൽ നിന്ന് പെങ്ങളുടെ മോനാണത്. അപ്പം അവനാണ് വീട്ടിലിപ്പം എന്താ പറയുക ചെറിയൊരു ഹാപ്പിനെസ്. അപ്പം അതിനോട് ഞാൻ അവന് ചെറിയ വിഷമമുണ്ട് 3 ദിവസം കാണാതെ വെക്കാമെന്ന് പറയുന്ന സമയത്ത്. അപ്പോൾ അവനോടൊക്കെ പറഞ്ഞ് വീട്ടിൽ നിന്ന് പതിയെ ഇറങ്ങി നേരെ പോകുന്നത് ഓട്ടോ വിളിച്ചിട്ടാണ് പോകുന്നത്. കാരണം ഞാൻ ബൈക്ക് എടുക്കുന്നില്ല. ഞാൻ 3 ദിവസം അങ്ങനെ പോകുന്ന സമയത്ത് വണ്ടി അങ്ങനെ എടുക്കാറില്ല. അപ്പം ബൈക്ക് ബസ്സിനാണല്ലോ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഓട്ടോ വിളിച്ച് നേരെ വൈഫിൻ്റെ വീട്ടിലേക്കാണ് പോയത്. കാരണം അവിടെ മോനെ കണ്ടിട്ട് വേണം എനിക്ക് പോകാൻ വേണ്ടിയിട്ട്. വീട്ടിൽ നിന്ന് ഞാൻ പറഞ്ഞല്ലോ ഒരു 8:30 ആയപ്പോഴാണ് ഞാൻ ഇറങ്ങുന്നത്. അപ്പം അത് കഴിഞ്ഞ് ഞാൻ നേരെ അവളെ വീട്ടിൽ വന്ന് മോനെ അവളെ കണ്ടു. ഏകദേശം മോനെ കുറേ നേരം എടുത്ത് അവനെ ഉറക്കൊക്കെ ചെയ്തതിന് ശേഷമാണ് ഞാൻ പോകുന്നത്. ഞാൻ നേരെ വൈഫിൻ്റെ വീട്ടിലെത്തി. അവനെ നേരെ എടുത്ത് കുറേ നേരം അവനെൻ്റെ അടുത്ത് കിടന്ന് ഉറങ്ങുകയൊക്കെ ചെയ്ത് അവനൊക്കെ ഉറക്കിയിട്ടാണ് ഞാൻ സത്യത്തിൽ പോകുന്നത്. അതിൻ്റെ ഇടയ്ക്ക് അവനാണെനിക്കാണെങ്കിൽ 2 വട്ടം പണിയും തന്നു. കാരണം നേരത്തൊക്കെ മൂത്രമൊഴിച്ചിട്ട് എൻ്റെ ടീഷർട്ട് മൊത്തം മൂത്രമൊഴിച്ച് അവന് പിന്നെ എന്താ പറയുക എനിക്കിട്ട് പണി തന്നിട്ടാണ് ഞാൻ വിട്ടിട്ടുള്ളത്. അങ്ങനെ ഒരുപാട് ടൈം എടുത്തു അവനെ ഉറക്കാൻ വേണ്ടിയിട്ട്. കാരണം 2 വട്ടം ഉറക്കിയാൻ പിന്നെ എഴുന്നേച്ചു. ഞാൻ കിടത്തുമ്പോഴത്തേക്കും അവന് എഴുന്നേക്കുകയും ചെയ്തത്. അങ്ങനെ ഫൈനലി അവന് ഉറങ്ങി. അപ്പോൾ അവനെ പതുക്കെ ഞാൻ തൊട്ടിലേക്ക് കിടത്തിയിട്ട് അവിടുന്ന് പോകാൻ വേണ്ടി നോക്കി. അപ്പം അങ്ങനെ പോകാൻ നോക്കുന്ന സമയത്താണ് ടീഷർട്ട് നല്ല രീതിയിൽ നനഞ്ഞത് കാണുന്നത്. അപ്പം അതൊന്ന് വാഷ് ചെയ്ത് വൈഫ് നല്ല രീതിയിലൊന്ന് തേച്ച് തരുന്നുണ്ട്. കാരണം അതന്നെ ഇട്ട് പോകാമെന്ന് വിചാരിച്ചു ഞാൻ. പിന്നെ മകൻ്റെ മൂത്രമല്ലേ, അപ്പം പിന്നെ കുഴപ്പമില്ലല്ലോ. ചെറിയ രീതിയിലുള്ള നനവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അവളുടെ ഉപ്പാണ് എന്നെ ബസ് സ്റ്റാൻഡിലേക്ക് ഇറക്കി തരുന്നത്. ഇപ്പോൾ അവിടെ ബസ് സ്റ്റാൻഡിലേക്ക് പോകാൻ വേണ്ടി വണ്ടി എടുത്ത് വണ്ടിയിൽ തന്നെ ബസ് സ്റ്റാൻഡിൽ ഇറക്കി തന്നു. അങ്ങനെ ഒരു 1/2 മണിക്കൂറോളം വെയിറ്റ് ചെയ്യേണ്ടി വന്നു ബസ്സിന്. അങ്ങനെ ബസ് കിട്ടി. എനിക്ക് തോന്നുന്നു ബസ് കിട്ടുന്ന സമയത്ത് തന്നെ എനിക്ക് 9:30 കഴിഞ്ഞിട്ടുണ്ട് ഞാൻ അവിടെ നിന്ന് ബസ് കയറുന്ന സമയത്ത്. പക്ഷേ 9 മണിക്ക് അവിടെ എത്തണമെന്ന് പറഞ്ഞാൽ പോലും ആരും എത്തിയിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ കോഴിക്കോട് എത്തിയപ്പോൾ തന്നെ അനിക്സും സ്വരൂപം അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അവന്മാരുടെ കൂടെയാണ് പ്രാവശ്യത്തെ യാത്ര പോകുന്നത്.
വേറെ കുറച്ചുകൂടി പേരുണ്ട്, അവർ വരുന്നേ ഉള്ളൂ. അപ്പം ഇവരാണ് നമ്മൾ ഫസ്റ്റ് ഗെയിം. കോളേജിൽ നിന്ന് മുതലുള്ള കൂട്ടിട്ടാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ എന്താക്കി, നേരെ ഫുഡ് കഴിക്കാൻ പോയി. 3 പേരും കൂടെ ഒരുമിച്ച് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ച് അടുത്തുള്ള ഒരു മന്തി ഷോപ്പിൽ, അതിന് ഇതിൽ കയറി ഫുഡ് കഴിച്ച്. നമ്മൾ കഴിക്കുന്ന സമയത്ത് ഒരുപാട് കോമഡിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അനക്സ് വളരെ എന്താ പറയുക, കോമഡി ആയിട്ടുള്ളൊരു ആളാണ്. ഐ മീൻ സംസാരത്തിൽ വളരെ എന്താ പറയുക, എപ്പോഴും ചിരിച്ചുകൊണ്ട് വളരെ ആക്റ്റീവായിട്ട് നമ്മളെ എല്ലാവരെയും ആക്റ്റീവ് ആക്കുന്ന ഇവനാണ്. പക്ഷേ എന്നാലും കൂട്ടത്തിലൊരു മെയിനായിട്ടുള്ള തീരുമാനം എടുക്കുന്നതും ഇവൻ തന്നെയാണ്. അപ്പം അങ്ങനത്തെ ഒരു പേഴ്സണായിട്ടുള്ള ഒരാളാണ്. എൻ്റെ കൂടെ പോകുന്ന എന്തായാലും പറയാം, നല്ല വൈബായിട്ടുള്ളൊരു കാര്യം തന്നെ ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്നു. റെയിൽവേ സ്റ്റേഷനിൽ പോരുന്ന വീഡിയോ ഞങ്ങൾക്ക് എടുക്കാൻ പറ്റിയില്ല, കാരണം ഞാനത് മറന്നുപോയി. ആ ഒരു സമയത്ത് ഓട്ടോയിലായിരുന്നു പോന്നിട്ടുണ്ടായിരുന്നത്. അപ്പം മുതലേ ഇവൻ്റെ കൗണ്ടർ റൈഡിങ് കാര്യങ്ങളും തുടങ്ങിയതാണ്. അതിൻ്റെ ഒരു ചെറിയ പാർട്ടായിട്ടാണ് ഈ കാണുന്നത്. വെള്ളം കുടിക്കാൻ വേണ്ടിയുള്ള കഷ്ടപ്പാടാണ്, കാരണം അവന് വെള്ളം കുടിക്കണം, ഞാൻ അതിന് സമ്മതിക്കില്ല, ആ രീതിയിലാണ്. പിന്നെ ഞങ്ങൾ കുറേ നേരം തമാശയായി കളിച്ചിട്ടാണ് നമ്മളവിടെ റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിനിൻ്റെ അടുത്ത് അങ്ങോട്ട് എത്തിയിട്ടുണ്ടായിരുന്നത്. കാരണം 12:45 വരേണ്ട ട്രെയിൻ ലേറ്റായി 1 മണിക്ക് വന്ന കാരണം അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ലേറ്റായത് കാരണം പിന്നെ ഞങ്ങൾക്ക് ഒരുപാട് ടൈം അവിടെ ഉണ്ടായിരുന്നു. പിന്നെ റെയിൽവേ സ്റ്റേഷനിൽ പോയി അവിടെ നിന്ന് കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടിയൊക്കെ വന്നു. പിന്നെ ഇവൻ്റെ കൂടെ അല്ലേ യാത്ര, എന്തെങ്കിലുമൊക്കെ എന്താ പറയുക, കോമഡീസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഇവൻ്റെ ഭാഗത്തുനിന്ന്. അപ്പോൾ അതൊക്കെ ഞങ്ങൾ എൻജോയ് ചെയ്ത് ഞങ്ങളങ്ങനെ അന്നത്തെ ഒരു കുറച്ച് ടൈം, അതായത് ട്രെയിൻ ലേറ്റായ അത്രയും ടൈം വലിയൊരു എന്താ പറയുക, ബോറടിയൊന്നും ഇല്ലാതെ റെയിൽവേ സ്റ്റേഷനിൽ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു. സ്വരൂപുണ്ട് കൂടെ, പക്ഷേ സ്വരൂപ് വീഡിയോയിൽ വന്നിട്ടില്ല, കാരണം അവന് ട്രെയിൻ എവിടെ എത്തി എന്നുള്ള നിർദ്ദേശങ്ങൾ ഞങ്ങൾ തന്നുകൊണ്ടിരിക്കുകയാണ്, എപ്പോഴും ഫോണിൽ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അപ്പം മെയിനായിട്ട് അനിക്സാണ് വീഡിയോയിൽ. അങ്ങനെ ഒരുപാട് നേരം വെയിറ്റ് ചെയ്തതിന് ശേഷം ട്രെയിൻ വരുന്നുണ്ട്. അപ്പം ട്രെയിൻ വന്നു, നമ്മൾ നിന്ന ലോബി പൊസിഷൻ മാറിപ്പോയി. അതായത് നമ്മളെ കോച്ചിൻ്റെ പൊസിഷൻ മാറിപ്പോയിട്ട് പിന്നെ കുറച്ച് ബാക്കോട്ട് നമുക്ക് ഓടേണ്ടി വന്നു. അത് കാരണം തന്നെ വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പം നമ്മളൊപ്പരം ഉണ്ടായിരുന്നു, അനന്യ എടുത്ത കുറച്ച് വീഡിയോസും കാര്യങ്ങളും ഉണ്ട്, അതുകൊണ്ട് ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാം. ഇതിൽ സ്വരൂപാണ് ഏറ്റവും ഫസ്റ്റ് ഓടി എത്തിയിട്ടുള്ളത് കേട്ടോ. എനിക്ക് അനക്സിനാണെങ്കിൽ ഓടിയിട്ട് എത്തുന്നില്ല, ഞങ്ങൾ പതുക്കാണ് വന്നിട്ടുണ്ടായിരുന്നത്. അനക്സാണ് എന്നെക്കാട്ടി സ്ലോ ആയിരുന്നു, അവന് ഓടാൻ തീരെ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പം ഞാനും സ്വരൂപും ഓടി വേഗം വന്നു. പിന്നെ അനക്സ് വന്ന ഉടനെ തന്നെ പെട്ടെന്ന് ട്രെയിൻ എടുക്കുകയും ചെയ്തു. അപ്പോൾ അങ്ങനെ ഞങ്ങളെല്ലാവരും ട്രെയിനിൽ കയറി. പക്ഷേ ട്രെയിനിൻ്റെ അകത്തുനിന്ന് വീഡിയോസോ കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കുറച്ച് നേരം സംസാരിച്ച് എല്ലാവരും പെട്ടെന്ന് തന്നെ ഉറങ്ങാനുള്ള പ്ലാനിലായിരുന്നു. അപ്പോൾ എനിക്ക് ഏറ്റവും മുകളിലുള്ള ബെഡായിരുന്നു കിട്ടിയത്. അപ്പോൾ ഞാനും അവിടെ കയറി കിടന്നുറങ്ങി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ബൈ.